അപ്പോൾ മോളിവുഡ് ടൈംസ് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ക്ലീനായിട്ട് വൃത്തിക്കെടുത്തേക്കുന്ന ഒരു പടം. പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊരു മിക്സഡ് അഭിപ്രായമാണ്. കാരണം ട്രെയിലറിലൊക്കെ കാണിക്കുന്ന പോലെ ഇതൊരു സിനിമ എടുക്കാൻ നടക്കുന്ന ഒരു പയ്യൻ്റെ കഥയാണ്. ഫിലിം മേക്കേഴ്സിനും അതുപോലെ ഫിലിം മേക്കർ ആകാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ കണക്ട് ആവുന്ന ഒരു പടമാണ്. പക്ഷെ നിങ്ങൾക്ക് കണക്ഷൻ മാത്രമേ കിട്ടുള്ളൂ, മോട്ടിവേഷൻ കിട്ടില്ല. ഇൻഫാക്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകാനാണ് കൂടുതൽ ചാൻസ്. ഈ പടം കാണാൻ എന്നെ പ്രേരിപ്പിച്ച 2 ഘടകങ്ങളാണ്. ഒന്ന് നെസ്ലിനും പിന്നെ ഈ പടത്തിന്റെ ഡയറക്ടർ അഭിനവ്. പുള്ളിയുടെ നേരത്തെ പടം ഉണ്ണി മുകുന്ദൻ അസോസിയേറ്റ്സ് എനിക്ക് ഫേവറേറ്റ് ആണ്. അതൊരു പാത്ത് ബ്രേക്കിംഗ് മൂവിയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സോഷ്യോപാത്തിനെ നായകനാക്കിയ ഒരു പടം മലയാളത്തിൽ കാണുന്നത്. ആ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഓഡിയൻസിനോട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരൊന്നും ആ പടം ആസ്വദിക്കാനുള്ള ഒരു പക്വത എത്തിയിട്ടില്ലെന്നായിരുന്നു. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പേഴ്സണലി ഈ പടം ആസ്വദിക്കാനുള്ള പക്വത എത്തിയിട്ടില്ലെന്നാണ്. ഒരുപാട് അടിച്ചമർത്തപ്പെട്ട നായകൻ പൊരുതി ജയിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം, എനിക്കും. പക്ഷേ ഈ സിനിമയിൽ എത്ര പൊരുതിയിട്ടും ജയിക്കാത്തൊരു നായകനെയാണ് കാണിച്ചിരിക്കുന്നത്. അത് ആസ്വദിക്കാനുള്ള ഒരു പക്വത എനിക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ കാരണവും ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ലൈക്ക് ഇതിലെ നായകനെ അവിടുത്തെ നാട്ടുകാർ അംഗീകരിക്കാത്ത പോലെ. പക്ഷേ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. മുകുന്ദനുണ്ണി കണ്ടിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആയിട്ടില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആയി ഇൻ എ നെഗറ്റീവ് വേ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ തന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതൊക്കെ കാണാൻ പോകുന്നത് എന്ന് കുറച്ച് നേരമെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ തോറ്റു പോകുന്നത് കാണുമ്പോൾ ശരിക്കും അതൊരു ഡീമോട്ടിവേഷൻ അല്ലേ. എന്നെ സംബന്ധിച്ച് ഈ പടം തീർന്നിട്ടില്ല. കാരണം പിന്നെയും പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു നായകനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുള്ളി വിജയിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ക്ലൈമാക്സിൽ അങ്ങനെ ഒരു ഡിസപ്പോയിൻമെന്റ് തരുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ഈ പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ ആ ഡിപ്പൊഴിച്ച് നിർത്തിയാൽ അതുവരെ നല്ല എൻഗേജിങ് ആയിരുന്നു പടം. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേ നൊസ്റ്റാൾജിയൊക്കെ വാരി വിതറി ഡയറക്ടർ സ്വന്തം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത കുറേ ഏടുകളൊക്കെ കാണിക്കുന്നുണ്ട്. പടത്തിന്റെ ക്ലൈമാക്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. പക്ഷെ പടം അങ്ങോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഐ വാസ് ക്രേവിംഗ് ഫോർ എ ഹാപ്പി എൻഡിങ്. പിന്നെ ടൈലൻഡ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല, ബോറായിരുന്നു. പിന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലെ പോലെ എഡിറ്റിംഗ് സ്റ്റൈലും അതുപോലെ അനിമേഷൻസ് ഒക്കെ ഈ പടത്തിലും ഉണ്ട്. പക്ഷെ എനിക്ക് ആ പടത്തിൽ തോന്നിയ ഒരു ഇൻട്രസ്റ്റ് ഈ പടത്തിൽ ഈ അനിമേഷൻസ് കൊണ്ട് തോന്നിയില്ല. കാരണം മുകുന്ദനുണ്ണി ഒരു സൈക്കോ ആണ്. പുള്ളിയുടെ ഫേസ് എക്സ്പ്രഷൻ വെച്ച് പുള്ളിയുടെ മനസ്സിൽ എന്താണെന്ന് ഊഹിക്കാൻ ആൾക്കാർക്ക് പറ്റില്ല. അതുകൊണ്ട് വോയിസ് ഓവറും ആ ഒരു അനിമേഷനും പുള്ളിയുടെ ഫീലിങ്സും പുള്ളിയുടെ പ്ലാൻ എന്താണെന്നും ഓഡിയൻസിന് മനസ്സിലാക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ പടത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പടം ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് പടമാണ്. സിനിമാറ്റോഗ്രഫി, കളർ ഗ്രേഡിങ്, എഡിറ്റിങ്, പിന്നെ എല്ലാവരുടെ ആക്ടിങ്, നെസ്ലിൻ്റെ ഒക്കെ സൂപ്പറാണ്. പടത്തിൽ പ്രത്യേകിച്ച് പോരായ്മകളൊന്നുമില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അവരെന്താണോ കാണിക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ലൈക്കബിലിറ്റി ഓഡിയൻസിനനുസരിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പടത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 3.5 ഔട്ട് ഓഫ് 5 കൊടുക്കും. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് കാണുവാണെങ്കിൽ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് മാറി കിട്ടും. അപ്പോൾ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.